എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇതൊരു പുതിയ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് നമ്മളെ രാത്രിയിൽ ചെറിയൊരു യാത്ര പോകുന്ന ഒരു സംവിധാനമാണ്. തണുപ്പ് ഭയങ്കരമാണ്, അതാണ് ഞാൻ കോട്ടൊക്കെ ഇട്ടേക്കുന്ന സംവിധാനം. എനിക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ യാത്ര നമ്മൾ 3 മണി തൊട്ട് പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്ത് അവസാനം ഇപ്പോൾ സമയം 6:45 ഏകദേശം. ഇന്ത്യൻ ടൈം എനിക്ക് തോന്നുന്നു 8:30 കാണും, 8:30-9 കാണും, 9 മണിയായി കാണണം. ആ സമയമാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സിറ്റ് 20 അങ്ങോട്ട് 20 അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് നിസാൻ്റെ സണ്ണി എന്ന് പറയുന്നൊരു വണ്ടിയാണ്. നമ്മളിത് റെൻ്റേ കാർ എടുത്തേക്കുന്നതാണ്. ഇത് റെൻ്റേ കാർ എടുത്ത് ഈ കാറ് ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കാൻ പോകണം. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഈ വണ്ടി. തണുപ്പ് കാരണം ഇതൊരു ഓട്ടോമാറ്റിക് കാറാണ്. ഇത് ഓട്ടോമാറ്റിക് കാറാണ്. അപ്പോൾ ഈ കാറാണ് നമ്മൾ റെൻ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ റെൻ്റിൻ്റെ ടൈം കഴിഞ്ഞു, 2 ദിവസത്തേക്ക് എടുത്തതാണ്. അപ്പം നമ്മുടെ യാത്രയും കാര്യങ്ങളെല്ലാം 2 ദിവസത്തെ കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ച് വണ്ടി കൊണ്ട് കൊടുക്കാൻ പോകണം. അപ്പം ഈ കൊടുക്കാൻ പോകുന്നതിൻ്റെ വ്ളോഗ് കാര്യങ്ങളെല്ലാം ആണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉള്ളത് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വ്ളോഗുകളെല്ലാം റിയാദിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എക്സിറ്റ് 14 എന്നുള്ള നമ്മുടെ വ്ളോഗ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളപ്പോൾ നേരെ എക്സിറ്റ് 20 ആ ഭാഗത്തോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വാഹനം ഓടിക്കുന്ന എൻ്റെ ബ്രദറാണ്, എൻ്റെ മൂത്ത ചേട്ടൻ. ഞങ്ങൾ റെൻ്റാക്കാരൊക്കെ എടുത്ത കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് എക്സിറ്റ് 20 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ടോപ്പ് മോളുകളും കാര്യങ്ങളൊക്കെയാണ്, ഷോപ്പിംഗ് മാളുകളും കാര്യങ്ങളൊക്കെ. നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് ആ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ എക്സിറ്റ് 20 ഞങ്ങൾക്ക് അവിടെ എൻ്റെ ഒരു മൂന്നാമത്തെ എൻ്റെ ഒരു ബ്രദറോടുണ്ട്. ഞാൻ ആ ബ്രദറിൻ്റെ അടുത്തോട്ട് പോവുക. ഞങ്ങൾ അവിടെ ഒരു ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ ജസ്റ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാനായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ നിങ്ങളെ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം തിരക്ക് കാര്യങ്ങളെല്ലാം കുറഞ്ഞ ഒരു സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള ടേൺ എടുത്ത് നമ്മൾ നേരെ തിരിഞ്ഞിട്ട് പിന്നെ റൈറ്റ് കയറിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ വഴിയും കാര്യങ്ങളെല്ലാം കാണും. ചെറിയൊരു ബ്ലോക്ക് വരുന്നത് കാര്യം ആ ഒരു ടേൺ തിരിയുന്നതിൻ്റെ ഒരിതാണ്. നേരെ പോകുന്നവർ നേരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേൺ തിരിഞ്ഞ് നമ്മൾ നേരെ എക്സിറ്റ് 20 ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പ്രോപ്പറായി 20 എന്നാൽ എക്സിറ്റ് 20 ആ ഒരു ഭാഗത്തോട്ടാണ്. കർജ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു സൈഡിൽ കർജ് റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർജ് റോഡെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോകണം. ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് പോകും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാനിപ്പോൾ തന്നെ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു റീലിൽ ഒരു ഓപ്ഷൻ വെച്ചാണ്. സ്റ്റുഡിയോ റിവർബ് എന്ന് പറയുന്ന ഒരു ഒരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്റർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഡൗൺലോഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്തത്. അപ്പോൾ അതാണ് ഈ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രത്യേക എക്കോയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, ഇപ്പോൾ ഒത്തിരി പാട്ടുകാരൊക്കെ ഈ ഒരു ഫിൽറ്റർ വെച്ചാണ് പാടുന്നത്. അപ്പോൾ ആ ഒരു ഫിൽറ്റർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫിൽറ്റർ സൗണ്ട് കാര്യങ്ങളെല്ലാം വോയിസ് ഓവർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് നേരെ റൈറ്റിലൂടെ കിടക്കുന്ന ഈ ഒരു എക്സിറ്റിൽ നിന്ന് നമ്മൾ കയറുകയാണ്. ഈ ഒരു എക്സിറ്റിൽ നിന്ന് നമ്മൾ പ്രധാന ഒരു റോഡിലോട്ടാണ് കയറുന്നത്. സൈഡുകളിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഇതാണ് ഈ ഒരു യാത്രയാണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയും നല്ലൊരു വോയിസ് ഓവറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കരുതിയത്. അപ്പോൾ നമ്മൾ പ്രധാന റോഡിൽ നിന്ന് പ്രധാന റോഡ് ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ യാത്രയ്ക്ക് അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല.
ചില സമയങ്ങളിൽ ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. സിഗ്നലുകൾ നമ്മുടെ നാട്ടിലേക്കാളും ഒത്തിരി സിഗ്നലുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കാര്യം ഒത്തിരി സൈഡിൽ നിന്നൊക്കെയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിഗ്നലുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ചില സമയത്ത് വരുന്നത്. അതാണ് ഞാൻ ഒരു ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. നമ്മുടെ ആ തൊട്ടപ്പുറത്ത് കാണുന്നത് കണ്ടോ, അതൊരു ഹോട്ടലാണ്. കണ്ടു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഒരു ഈ ഫർണിച്ചർ ഷോപ്പുകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. പിന്നീടാണ് അത് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കിയത്. ഇതൊക്കെ ഇവിടുത്തെ മാളുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നല്ല അത്യാവശ്യം ആൾക്കാർ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അടുത്തൊരു അണ്ടർപാസിലോട്ട് നമ്മൾ കയറി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു തിരക്ക് കാര്യങ്ങളൊന്നും കുറവുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ യാത്ര നല്ല മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെയൊക്കെ റോഡ് കാര്യങ്ങളെല്ലാം പോകുന്നതാണ്. ഞാൻ ഈ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ട് പുതിയ വീഡിയോകളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ എൻ്റെ അറിവിനനുസരിച്ചും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചും അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് ഞാൻ ഇതിനാൽ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം. നമ്മളിപ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളും ഷോപ്പുകളും വണ്ടികളുടെ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം നിങ്ങളെ വാഹനങ്ങളുടെയും റെൻ്റ് കാറിൻ്റെയും ഒക്കെ ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഇതിപ്പോൾ അത് കാണുന്നത് നിസാൻ്റെ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് മുന്നോട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ, ചിലപ്പോൾ മലയാളികളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളൊരു ഷോപ്പ് കാണിക്കാം. ആ ഒരു ഷോപ്പിൻ്റെ ലൈറ്റ് കണ്ടോ? ആ ലൈറ്റിങ് തന്നെയാണ് ആ ഒരു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ കാണാം. എനിക്ക് തന്നെ പെട്ടെന്ന് അത് കാണുമ്പോൾ ഒരു രസമായിട്ട് തോന്നി. നല്ല ഒരു മനോഹരമായ ഒരു ഷോപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടത്. പിന്നെ ഒരുപാട് വ്യത്യസ്തമാർന്ന കടകളും കാര്യങ്ങളും കമ്പനികളും എല്ലാം ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു റോഡ് പണിയുടെ കാര്യങ്ങളുടെ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് കണ്ടപ്പോഴും എനിക്ക് കൗതുകമായിട്ട് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആ റോഡിൻ്റെ സൈഡിൽ അതിൻ്റെ സ്പീഡും സ്ലോയിൽ പോകണമെന്നും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ആ റോഡ് ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പൊളിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി അതുവഴി കാര്യങ്ങളോ ഒരു വാഹനങ്ങളോ പോകാനുള്ള ഒരു കാര്യവും അതിനകത്ത് ചെയ്യുന്നില്ല. പ്രത്യേക ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവർ ആ റോഡ് ഫുള്ളി ക്ലോസ്ഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റോഡ് പൊളിച്ചിട്ടല്ല, ആ റോഡ് വഴി വണ്ടി പോയി ആ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നാലും കുഴപ്പമില്ലെന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ റോഡ് പൊളിച്ചിടും. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഒത്തിരി വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ നമ്മുടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ഒത്തിരി ഓഫറുകളും കാര്യങ്ങളും. ഈ മുകളിൽ കാണുന്നത് ഫുള്ള് പാർക്കുകളും കാര്യങ്ങളും, പിന്നെ ഈ തൊട്ട് കാണുന്ന നീല ബിൽഡിങ് ഐക്കയുടെ ഒരു ഹോം അപ്ലയൻസിൻ്റെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ മുഴുവനും ആ ബിൽഡിങ്ങിനകത്തുണ്ട്. നിങ്ങൾക്കൊരു വീട് പുതിയതായിട്ട് പണിയുന്ന ആൾക്കാർക്ക് എന്ത് സാധനങ്ങളും ആ ബിൽഡിങ്ങിൽ നിന്ന് എടുക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മറ്റ് ബിൽഡിങ്ങുകളെല്ലാം ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഹോം അപ്ലയൻസും കാര്യങ്ങളും നമ്മുടെ വീടിനകത്ത് വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഓരോ കാര്യങ്ങളെല്ലാം ഈ ബിൽഡിങ്ങിനകത്തുണ്ട്. ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും മേടിച്ചുകൊണ്ട് പോകാം. ഐക്കയുടെ ഷോറൂമുകൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണുകയാണെങ്കിൽ അവിടെയൊക്കെ കയറി നിങ്ങൾക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐക്കയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. നമ്മളടുത്ത ഒരു അണ്ടർപാസിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഒത്തിരി വലിയ തിരക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ തന്നെയും ചില സമയത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കുകളെന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് നല്ല ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് കുറവെന്ന്. ഒരു തിങ്കളാഴ്ച വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ എത്ര നേരം ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ പിടിയില്ല. അതുപോലെ നല്ല തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ചില സമയങ്ങളിൽ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ഇവിടെ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഇവിടെ പരസ്യം, അതായത് ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും ചെയ്ത കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പരസ്യങ്ങൾ, ഡിസ്പ്ലേ വാളുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു റിംഗ് റോഡ് കാര്യങ്ങളെല്ലാം ഇറങ്ങി നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് അവരുടെ വീടുകളിലേക്കും താമസിക്കുന്നിടത്തോട്ടൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പോൾ നിലവിൽ നമ്മുടെ റോഡിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഗുഡ്സ് ട്രെയിൻ പോകുന്നത്, ഇവിടുന്ന് ജിദ്ദയിലോട്ട് ഗുഡ്സ് ട്രെയിൻ പോകുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ ഈ ഒരു വിഷ്വലി കാണിക്കുന്നതാണ്.
പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പണ്ട് ഇവിടെ എല്ലാം മരുഭൂമിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇതെല്ലാം ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം ഇവിടെ പണിയപ്പെട്ടതെന്നൊക്കെ പറയുന്നു. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മളിവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള ഒരു ഇതെടുത്ത് യൂട്ടേൺ എടുത്ത് നമ്മൾ തിരിയാണ്, ഡെസ്റ്റിനേഷൻ എടുത്ത് തിരിയാണ്. ഇപ്പോൾ ഇതൊക്കെ ഓരോ കമ്പനികളൊക്കെ ആയിരിക്കും എന്നൊക്കെ തോന്നുന്നു. കാര്യം എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ റോഡ് വർക്ക് കാര്യങ്ങളെല്ലാം മെയിൻ്റെനൻസിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെ ഇതുപോലെ ഉണ്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് ഗോഡ് സ്ലോ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ നിന്നൊക്കെ ഒടിയും കാണിച്ച് നിന്ന് റോഡ് പൊളിച്ചിട്ട് വൈകിട്ട് വല്ല വണ്ടിയും ചെന്ന് ആ കുഴി വീണ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അറിയത്തുള്ളൂ ആൾ അതിനകത്ത് വീണിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയുള്ള സംവിധാനമൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. യാത്ര ചെയ്ത് നമ്മൾ ഏകദേശം നമ്മുടെ അനിയൻ്റെ ഫുഡ് കമ്പനിയിൽ എത്താറായിട്ടുണ്ട്. ഇതിനപ്പുറമാണ് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ അനിയൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അവൻ അവിടെയാണ് താമസവും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലോട്ട് പോകാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഉസ്താദ് ഹോട്ടൽ ഇവിടെ ഒരു കാട്ടറുണ്ട്. നമുക്ക് ആ ഹോട്ടലും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. ഞാനവിടെ 2 പ്രാവശ്യം ഇപ്പോൾ ഇതിനോടകം പോയി. അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു വേറൊരു റോഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു റോഡിലോട്ട് ഇവിടുന്ന് നമുക്ക് നേരെ ചെന്നിട്ട് കുറച്ച് ദൂരം കൂടെ ചെന്നിട്ട് ഇവിടുന്ന് റൈറ്റിലോട്ടുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ തൊട്ട് സൈഡിലൊക്കെ കാണുന്ന ഒരുപാട് കമ്പനികളും കാര്യങ്ങളൊക്കെയാണ്. ഈ കമ്പനികളൊക്കെ ഇതിൻ്റെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്താണെന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ സ്ക്രീനിലിടാം. ഇതൊക്കെ ഓരോ ട്രക്കുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഈ ട്രക്ക് എനിക്ക് തോന്നുന്നത് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഗ്രീൻ ആയതുകൊണ്ട് ഇത് ദുബായിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ദുബായിൽ നിന്ന് 4 to 5 ഡേയ്സൊക്കെ ഇവർ റോഡ് മാർഗം തന്നെ വരുന്ന ട്രക്കുകളാണെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഇതൊരു പെട്രോൾ പമ്പാണ്. ഈ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ടുള്ള വഴിയാണ് നമ്മൾ കയറി പോകണം. അപ്പോൾ ഈ ഫ്രണ്ട് ട്രക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കൊന്ന് വെട്ടിച്ച് കയറേണ്ടി വരും. അപ്പോൾ നമ്മൾ കയറി അനിയനെ എടുത്ത് നമ്മളിപ്പോൾ നേരെ അടുത്ത് ഉസ്താദ് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് കുറച്ച് ദൂരം അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പീഡിലാണ് നമ്മൾ. സ്പീഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലാപ്സിൻ്റെ സ്പീഡ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടിക്ക് അത്യാവശ്യം 100 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി അത്യാവശ്യം പോകുന്നത്. ഇത് നമുക്കറിയാമല്ലോ. ഇവിടെ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ഥലത്തെപ്പറ്റി ഇവിടുത്തെ വണ്ടി ഓടിയുടെ ട്രാഫിക് കാര്യങ്ങളൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാര്യം അതിനെപ്പറ്റി അറിയത്തില്ലാത്തതായിട്ട് ആരും ഇപ്പോൾ തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം 100ന് മുകളിലോട്ടാണ് എല്ലാവരും സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ആ പോകുന്ന വണ്ടിയൊക്കെ 100ന് മുകളിലായിരിക്കണം. അതൊക്കെ നമ്മളങ്ങ് പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന ആ വണ്ടിയൊക്കെ ഇവിടുത്തെ റോഡിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വണ്ടികളാണ്. ഈ വണ്ടി ബ്ലോക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ വന്ന് വണ്ടി നിർത്തി ലൈറ്റൊക്കെ കത്തിച്ചിടും. നമ്മളിവിടുന്ന് റൈഡിലോട്ടുള്ള ഈ വഴി നേരെ മേലോട്ട് കയറി പോകണം. ഇവിടുന്ന് നമ്മൾ നേരെ ചെന്ന് ഒരു യു ടേൺ എടുക്കുക. ആ യു ടേൺ എടുത്താണ് നമ്മൾ പോകുന്നതെന്നാണ് എൻ്റെ സംശയം. യു ടേൺ എടുത്തില്ലെങ്കിൽ നമ്മൾ നേരെ പോകും. നമ്മൾ നേരെ പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നേരെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ നമ്മൾ യു ടേൺ എടുത്ത് തിരിഞ്ഞ് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു യു ടേൺ എടുക്കുമെന്ന്. ഈ യു ടേൺ എടുത്ത് നമ്മൾ നേരെ തിരിഞ്ഞ് നേരെ പോവുകയാണ്. ഈ നേരെ പോകുന്ന വഴിക്കാണ് ഉസ്താദ് ഹോട്ടൽ. ചിലപ്പോൾ ഉസ്താദ് ഹോട്ടൽ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ബാക്കി കാണിച്ചു തരാം. ഈ റോഡ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നേരെ സ്ഥലം ലൊക്കേഷനും കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം മനസ്സിലാക്കിയിട്ട്. അപ്പോൾ നേരെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് അണ്ടർപാസിലോട്ട് നമ്മൾ ഇറങ്ങി നേരെ പോവുകയാണ്. നല്ല അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അണ്ടർപാസ് ഇറങ്ങി നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ലോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. എന്തിൻ്റെ വണ്ടിയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ അത്യാവശ്യം റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റോഡ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് നേരെ ഇത് തിരിഞ്ഞ് അണ്ടർപാസിൽ നേരെ നമ്മൾ കയറുന്നത് പിന്നെ അടുത്തൊരു റിംഗ് റോഡിലോട്ടാണ്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ വേഗതയും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. 100-നടുത്താണ് ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ. അത് നോർമൽ സ്പീഡാണ് ഇവിടുത്തെ. ഇപ്പോൾ ഈ പോകുന്നത് ഇവിടുത്തെ നോർമൽ സ്പീഡാണ്. ബാക്കിയുള്ള കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫോർച്യൂണറിലൊക്കെ കയറി. ആ വണ്ടിയൊക്കെ പോകുന്നത് 120-ലൊക്കെയാണ്. 120-125ഒക്കെ നൈസായിട്ട് തട്ടിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ വേഗതയിൽ പോകുന്ന വണ്ടികളും ഉണ്ട്. ഞാനത് 120 എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതായതുകൊണ്ട് ആ 120-125 ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തത് മാത്രം. പക്ഷേ അതിൽ വേഗതയിൽ പോകുന്നത് അതിൽ സ്പീഡ് പോകുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്ത് ഞാൻ പ്രത്യേകം മാറ്റി പറയുകയാണ്. അപ്പോൾ അതായിട്ട് പറയരുത്. ആ പോകുന്ന വണ്ടിയൊക്കെ എത്രയിലാണ് പോകുന്നത് നമുക്ക് തന്നെ പോലും ഗസ് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ പോകുന്നത് 100-ലാണ്. അപ്പോൾ ആ വണ്ടിയൊക്കെ പോകുന്ന സ്പീഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
അപ്പം നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എത്ര പേര് ഈ വീഡിയോ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുക, എത്ര പേര് ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം. കാര്യം എല്ലാവർക്കും ഒത്തിരി ക്ഷമയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. കാര്യം ഒത്തിരി വീഡിയോ ലെങ്ത് കൂടിയ വീഡിയോകളൊന്നും കാണാനുള്ളൊരു ക്ഷമ എത്ര പേർക്കുണ്ട്, എത്ര പേര് കാണും എന്നെനിക്കറിയത്തില്ല. അപ്പം കണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വീഡിയോകൾ കാര്യങ്ങളെല്ലാം പ്രകാരം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി മാസം 10-ാം തീയതി. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. ചിലപ്പോൾ താമസിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശ്രമിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വ്ളോഗുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചാനലിൽ ഏതാണ്ട് പെൻഡിങ് വ്ളോഗുകൾ ഇടാൻ അപ്ലോഡ് ചെയ്ത് വെച്ചതും ഇടാനുമായിട്ട് ഏതാണ്ട് 10-12 വ്ളോഗുകളും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ ആ ഒരു യാത്ര തുടരുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയുടെ കാര്യങ്ങളെല്ലാം പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയമാണ് നമുക്ക് ഇല്ലാത്തത്. ജോലി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തിരക്ക് കാര്യങ്ങളെല്ലാം ഇടയിൽ വേണം നമ്മൾ ഈ വ്ളോഗ് കാര്യങ്ങളെല്ലാം എടുക്കാനും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എഡിറ്റിങ്ങിനാണ് സമയം ഒത്തിരി വേണ്ടത്. നമ്മൾ കാര്യം വിഷ്വലൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പേര് നമ്മുടെ വണ്ടിയിലുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാനും പറ്റത്തില്ല. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടെ വേണം ഇതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പം അതാണ് ഈ വോയിസ് ഓവർ കൂടുതലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. വോയിസ് ഓവറിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ പോകുന്നത് ഇത് അടുത്ത റിംഗ് റോഡിലോട്ട് നമ്മൾ കയറി. ഇതൊരു റിംഗ് റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മേൽപ്പാലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് ഞാൻ ധരിപ്പിക്കുന്നില്ല. അപ്പം ഇത് കയറി നമ്മൾ നേരെ അടുത്ത റോഡിലോട്ട് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മുമ്പത്തെ ആ ട്രെയിന് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലെല്ലാം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ചിലപ്പോൾ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ തന്നെ ഏതാണ്ട് നല്ലൊരു ടൈം ഡ്യൂറേഷൻ നമ്മുടെ വീഡിയോയ്ക്ക് ആയിട്ടുണ്ട്. ഇത്രയും നേരമൊന്നും ആരും കണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒത്തിരി സിഗ്നലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണിത്. കാര്യം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഡ്രൈവിങ്. ഇവിടുത്തെ നാട്ടിലെ വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. കാര്യം നമ്മൾ ശ്രദ്ധ ഒന്ന് മാറുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ പെട്ടെന്നായിരിക്കും നമ്മുടെ മുന്നിലോട്ട് സിഗ്നൽ ഇട്ട് ഒരു വണ്ടി തിരിയും. പെട്ടെന്ന് നമ്മൾ ചവിട്ടിയെ കിട്ടിയില്ലെങ്കിൽ ചെന്ന് ആ വണ്ടിക്കിട്ടിയെന്ന് ഇടിക്കും. പിന്നെ ഉസ്താദ് ഹോട്ടലിലെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ബ്രദർ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് അവിടെ ഇച്ചിരി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ഉസ്താദ് ഹോട്ടലിലെ വീഡിയോയും കാര്യങ്ങളും എടുക്കാഞ്ഞത്. അപ്പോൾ നേരെ ഇനി ഈ കാറ് കൊണ്ട് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ ലൊക്കേഷനെല്ലാം കണ്ടുപിടിക്കണം. അനിയനെ തിരിച്ചു കൊണ്ടുവിടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് താമസിക്കുന്നിടത്തോട്ട് ചെല്ലണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇനി ഈ വീഡിയോ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാത്തത്. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ, സി യു, ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. താങ്ക് യു. മനസ്സിലായോ സാറേ? Hijo de puta, mojum
more jum jum, more jum jum.